രണ്ടാമത്തെ യൂണിറ്റ് ആയ അനലൈസിംഗ് ലിറ്ററേച്ചർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ആറാമത്തെ ബ്ലോക്ക് ഇറ്റ് ഈസ് പ്യൂർലി ഫോർ പ്രാക്ടീസിങ്. പ്രാക്ടീസ് ചെയ്യാൻ അഥവാ കുറെ എക്സാമ്പിൾസും കുറെ പാസേജസും ഒക്കെ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ കാണാം. അത് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ബ്ലോക്കാണ് ആറാമത്തെ ബ്ലോക്ക്. എക്സാക്ട്ലി. ഓക്കെ. സോ പക്ഷേ ഇങ്ങനെ വായിച്ചു പഠിക്കേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പുസ്തകം എടുത്ത് വായിച്ചു നോക്കി പഠിക്കുക തന്നെ വേണം. കാരണം അത്രയും പാസേജസും എക്സാമ്പിൾസോട് കൂടിയാണ് ഈ ഒരു ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് വായിച്ച് മനസ്സിലാക്കണം. അതിലുപരി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചില കാര്യങ്ങൾ ഈ ഓരോ യൂണിറ്റ് ആറാമത്തെ ബ്ലോക്കിലെ ഓരോ യൂണിറ്റിലും ചില പ്രത്യേക ടേംസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. സോ അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, കാണാതെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ വായിച്ച് ഒന്ന് എക്സാമ്പിൾ സ്വന്തമായി ട്രൈ ചെയ്യണം. അതായത് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ടാവും, ആ പാസേജിനെ തുടർന്ന് തന്നെ കുറെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ ആ പാസേജ് വായിച്ച് നിങ്ങൾ അത് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വന്തമായി വിലയിരുത്തേണ്ട ഒരു ബ്ലോക്കാണിത്. ഓക്കെ. സോ അത് ആദ്യം തന്നെ പറയാം. സോ നമുക്ക് നോക്കാം അനലൈസിംഗ് ലിറ്ററേച്ചർ. ഓക്കെ. അനലൈസിംഗ് ലിറ്ററേച്ചർ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആകെ നോക്കാൻ പോകുന്നത് പോയട്രിയിലെ പോയട്രി തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോയട്രി എന്ന് പറഞ്ഞ ലിറ്റററി ജേണൽ അല്ലെ, അത് തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആ മൂന്നിനും എന്തുണ്ട്, ഓരോ എക്സാമ്പിൾസ് വീതം നമുക്ക് പഠിക്കാനുണ്ട്. മാത്രമല്ല ചില റൈം സ്കീമുകളും നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. മാത്രമല്ല ചില ഫിഗർ ഓഫ് സ്പീച്ച്. എന്താണ് ഈ ഫിഗർ ഓഫ് സ്പീച്ച്? അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നമ്മൾ ഇനി അതിലോട്ടൊക്കെ കടക്കും. ഓക്കെ. സോ ഈ മൂന്ന് ടോപ്പിക്കുമാണ് നമ്മൾ ഈ അനലൈസിംഗ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ ആകെ ഉള്ളത്. ഓക്കെ. സോ നമുക്ക് നേരെ തന്നെ ക്ലാസ്സിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയട്രി എത്ര എണ്ണമായി തിരിച്ചിട്ടുണ്ട്, 3 എണ്ണമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ. സോ അതിലെ ഒന്നാമതാണ് ഏത്, നറേറ്റീവ് പോയട്രി. ഏതാ? നറേറ്റീവ് പോയട്രി. ഓക്കെ. ആദ്യം തന്നെ നറേറ്റീവ് പോയട്രി എന്താന്ന് നമുക്ക് പറയാം. നറേറ്റീവ് പോയട്രി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഒരു കഥ, ഒരു കഥയെ വിശദീകരിക്കുക, ഒരു കഥയെ നറേറ്റ് ചെയ്യുന്ന ആ രീതിക്കുള്ള ഒരു പോയട്രിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നറേറ്റീവ് പോയട്രി എന്ന് പറയുന്നത്. ഈ നറേറ്റീവ് പോയട്രിയിൽ നമുക്ക് നറേറ്ററിന്റെ വോയിസും അതേപോലെ തന്നെ ക്യാരക്ടേഴ്സിന്റെ വോയിസും നമുക്ക് ഏതിൽ കാണാൻ സാധിക്കും, നറേറ്റീവ് പോയട്രിയിൽ കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് 2 നറേറ്റീവ് പോയട്രിയാണ് ഉള്ളത്. ഏതൊക്കെയാണത്? അതായത് ഒരുപാട് ടൈപ്സ് ഉണ്ട്. നറേറ്റീവ് പോയട്രിന്റെ ഫോമുകൾ എന്ന് പറയുന്നത് ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ട്. സോ അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഏതൊക്കെയാണ്? എപ്പിക്. ഏതാണ്? എപ്പിക്. പിന്നെ മറ്റൊന്ന് ബലാഡ്. ഏതാ? ബലാഡ്. മനസ്സിലായല്ലോ? ഈ 2 എണ്ണമാണ് ഈ പ്രധാനമായിട്ടും നറേറ്റീവ് പോയട്രിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അല്ലെ. സോ എപ്പിക് എന്താണ്, ബലാഡ് എന്താന്നൊക്കെ നമുക്ക് അറിയാല്ലേ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ആ ബുക്കിൽ അല്ലെങ്കിൽ ആ ഒരു ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഡിഫറെന്റ് ഫോംസിലെ എപ്പിക്, ബലാഡ്, ഓഡ്, എലജി ഇതൊക്കെ എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ ഇവിടെ നറേറ്റീവ് പോയട്രിന്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണ്? അതായത് എപ്പിക്കും ബലാഡും ആണ്. നമുക്ക് നോക്കാം. എപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എപ്പിക് എന്ന് പറയുന്നത് ലോങ് നറേറ്റീവ് പോയംസ് ആണ്. ഏതാണ്? നീണ്ടു കിടക്കുന്ന നറേറ്റീവ് പോയംസ് അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എപ്പിക് എന്ന് പറയുന്നത് അല്ലെ. സോ ഒരു എപ്പിക്കിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. അതായത് ഏതാ? മഹാഭാരതം അല്ലെ. മഹാഭാരതം എന്താണ്?
എപ്പിക്കാണ്. അതേപോലെ തന്നെ മഹാഭാരത, രാമായണം, ഇത് രണ്ടും നമുക്ക് ഏതിൽ കൂട്ടാം? ഏറ്റവും പുരാതനമായ ഓൾഡസ്റ്റ് എപ്പിക്കാണ് ഈ മഹാഭാരത, രാമായണം എന്നൊക്കെ പറയുന്നത്. സോ അവരെയൊക്കെ നമുക്ക് ഏതിൽ എപ്പിക്കിന്റെ എക്സാമ്പിളിലോട്ട് നമുക്ക് വെക്കാം. ഇനി രണ്ടാമത് നമുക്കറിയാം ബലാഡ് അല്ലെ. രണ്ടാമത്തെ നറേറ്റീവ് പോയട്രിന്റെ എക്സാമ്പിൾ ഏതാ? ബലാഡ്. സോ ബലാഡ് എന്താണെന്ന് പറഞ്ഞാൽ, ബലാഡ് എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് നറേറ്റീവ് പോയം ആണ്. ഓക്കെ, വിശദീകരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പോയം തന്നെയാണ് ഏത്? ബലാഡ്. ഈ ബലാഡിൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുക? ഒരു സ്റ്റോറിയാണ്, ഒരു കഥ. അതിപ്പോ പ്രത്യേകിച്ചും ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഈ പോയത്തിന്റെ രൂപത്തിൽ, ഈ പദ്യത്തിന്റെ രൂപത്തിൽ പാടുന്ന, മനസ്സിലായല്ലോ, ആ ഒരു രീതിക്കുള്ള നറേറ്റീവ് പോയട്രിയാണ് ഇത് ബലാഡ് എന്ന് പറയുന്നത്. പൊതുവെ ബലാഡുകൾ എങ്ങനെയാണ് കൈമാറി വന്നത്? ഓറൽ ലിറ്ററേച്ചർ, അതായത് വാമൊഴിയായിട്ടാണ് ഈ ബലാഡുകൾ നമുക്ക് തലമുറകളായിട്ട് കൈമാറി വന്നത്. മനസ്സിലായല്ലോ, ഇതാണ് ആദ്യത്തെ ഫോം ഓഫ് പോയട്രി. ഏതാ? നറേറ്റീവ് പോയട്രി. ഓക്കെ, സോ ഒന്നുകൂടെ പറഞ്ഞ, നറേറ്റീവ് പോയട്രി എന്ന് പറയുന്നത് ഒരു കഥ, ഒരു സ്റ്റോറി പറയുന്ന തരത്തിലുള്ള പോയട്രിനെയാണ് നമ്മൾ നറേറ്റീവ് പോയട്രി പറയാ. നറേറ്റീവ് പോയട്രിയിൽ ആരുടെയൊക്കെ വോയിസ് കാണാം? ഒന്നല്ലെങ്കിൽ നറേറ്ററിന്റെ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ്, അതിലുള്ള ക്യാരക്ടേഴ്സിന്റെ വോയിസ് നമുക്ക് അതിൽ കേൾക്കാൻ സാധിക്കും. ഇതിന്റെ നറേറ്റീവ് പോയട്രിന്റെ എക്സാമ്പിൾ ആണ് ഏത്? എപ്പിക്കും ബലാഡും. എപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് നറേറ്റീവ് പോയം ആണ്. എപ്പിക്കിന്റെ എക്സാമ്പിൾ ഏതാണ്? മഹാഭാരതം ആൻഡ് രാമായണം. ആൻഡ് ഇനിയിപ്പോ ബലാഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോ, ബലാഡ് ഏതാ? ബലാഡ് എന്താ? ആക്ച്വലി ട്രഡീഷണൽ വാമൊഴിയായിട്ട് ഓറൽ ലിറ്ററേച്ചർ വഴി കൈമാറി വന്ന ഒരു ഫോം ഓഫ് നറേറ്റീവ് പോയട്രിയാണ് എന്ത്? ബലാഡ്. അത് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് കൈമാറി വരുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നറേറ്റീവ് പോയട്രിയിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫോം ഓഫ് പോയട്രി നോക്കാം, ഡ്രമാറ്റിക് പോയട്രി. ഏതാ? ഡ്രമാറ്റിക് പോയട്രി. ഓക്കെ, സോ ഡ്രമാറ്റിക് പോയട്രി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഡ്രാമ അല്ലെ, ഡ്രാമയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കുന്ന പോയട്രിയാണ് ഡ്രമാറ്റിക് പോയട്രി. ഈ ഡ്രമാറ്റിക് പോയട്രി തന്നെ നമുക്ക് വീണ്ടും നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഡ്രാമ. ഏതാ? ഡ്രാമ. പിന്നെ രണ്ടാമത് എന്താ? ഡ്രമാറ്റിക് മോണോലോഗ്. ഏതാ? ഡ്രമാറ്റിക് മോണോലോഗ്. അവസാനത്തെയാണ് ഏത്? സോളിലോഗ്. ഏതാ? സോളിലോഗ്. ഇങ്ങനെ ഡ്രമാറ്റിക് പോയട്രി മൂന്നായിട്ട് നമുക്ക് തരംതിരിച്ചതായി കാണാം. ഡ്രാമ നമുക്കറിയാം, ഡ്രാമ ഇൻ റിട്ടൺ വേഴ്സ് അല്ലെ, അത്. രണ്ടാമത് ഡ്രമാറ്റിക് മോണോലോഗ്. അതായത് ഡ്രമാറ്റിക് മോണോലോഗിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഏത്? റോബർട്ട് ബ്രൗണിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറഞ്ഞ ഫോം ഓഫ് പോയട്രി. റോബർട്ട് ബ്രൗണിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറഞ്ഞ വർക്കാണ് ഇവിടെ ഡ്രമാറ്റിക് മോണോലോഗിന്റെ ഒരു എക്സാമ്പിൾ, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ. ഈ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഡ്രാമന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഇതിലൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് ഏത്? സോളിലോഗ്. ഏതാ? സോളിലോഗ്. ഈ സോളിലോഗിന് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് എന്താ? ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ്, ഷേക്സ്പിയറിന്റെ വർക്കാണ് ഏത്? ഹാംലെറ്റ്. സോ ഹാംലെറ്റും നമുക്ക് ഏതില്ല? സോളിലോഗിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. സോ ഇത്തരത്തിലാണ് ഡ്രമാറ്റിക് പോയട്രി മൂന്നായിട്ട് ഇവിടെ തരംതിരിച്ചത്. ഏതൊക്കെയാ? ഡ്രാമ, മാത്രമല്ല ഡ്രമാറ്റിക് മോണോലോഗ്, പിന്നെ മറ്റൊന്നാണ് ഏത്? സോളിലോഗ്. മനസ്സിലായല്ലോ. ഇനി പോയട്രിന്റെ മൂന്നാമത്തെ ടൈപ്പ് ആണ് ഏത്? ലിറിക് പോയട്രി. ഏതാ? ലിറിക് പോയട്രി. നമുക്ക് നോക്കാം. ലിറിക് പോയട്രി എപ്പോഴും ലയറിന്റെ അല്ലെങ്കിൽ ലയറിന്റെ ഒരു സ്വാധീനം കൊണ്ട്, അതായത് ഇപ്പൊ ആക്ച്വലി ലയറിന്റെ ഒരു അക്കമ്പാനിയൻ അല്ലെ, ഒരു കൂട്ടോട് കൂടിയാണ് എപ്പോഴും ഈ ലിറിക്കൽ പോയം അഥവാ ലിറിക്കൽ പോയട്രി എപ്പോഴും ഉണ്ടാവുക. മനസ്സിലായല്ലോ. ഈ ലിറിക് എന്ന് പറഞ്ഞ ഈ വാക്ക് വന്നത് എവിടെ നിന്നാണ്? ഒരു ഗ്രീക്ക് വേർഡായ ലയർ എന്ന് പറഞ്ഞ ഒരു വാക്കിൽ നിന്നുമാണ് ലിറിക് എന്ന് പറഞ്ഞ വേർഡ് വന്നത്. ഈ ലയർ എന്ന് പറഞ്ഞ എന്താണ്? ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. സ്ട്രിങ് ഒക്കെ ഉള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഏത്? ഈ ലയർ എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ. ഇതിലും അതായത് ഇപ്പൊ ലിറിക്കൽ പോയട്രിയിലും നമുക്ക് ഒരുപാട് ഫോംസ് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് അത്? ഓഡ്, എലജി, സോണറ്റ്, ഇതൊക്കെ ലിറിക്കൽ പോയട്രിന്റെ എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ്? ഓഡ്, എലജി, പോയട്രി. മനസ്സിലായല്ലോ. നമുക്കറിയാം ഓഡ്, എലജി അല്ലെ, ഓഡ്, എലജി ആൻഡ് സോണറ്റ് അല്ലെ, ഇതൊക്കെ നമുക്ക് ഇതിന്റെ
പോയട്രീന്റെ എക്സാമ്പിൾ ആയിട്ട് ലിറിക്കൽ പോയട്രീന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് സോണറ്റിലോട്ട് വന്നാലോ. എന്താണ് സോണറ്റ്? 14 അയാംബിക് പെന്റാമീറ്റർ ഉള്ള പോയിന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സോണറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം റൈം സ്കീമിലോട്ട് വരുമ്പോൾ ഈ സോണറ്റ് വളരെ വലിയ രീതിക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നോക്കാം. അതായത് സോണറ്റുകൾ തന്നെ നമ്മൾ വീണ്ടും 3 തരത്തിലുള്ള സോണറ്റുകളാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുക. ഏതൊക്കെയാണത്? ഷേക്സ്പിയറിയൻ സോണറ്റ്, മറ്റൊന്ന് പെട്രാർക്കിയൻ സോണറ്റ്, ആൻഡ് ലാസ്റ്റ് ആണ് ഇത് സ്പെൻസറിയൻ സോണറ്റ് അല്ലേ. അപ്പോൾ ഷേക്സ്പിയറിയൻ സോണറ്റ് ആയിക്കോട്ടെ, പെട്രാർക്കിയൻ ആയിക്കോട്ടെ, സ്പെൻസറിയൻ ആയിക്കോട്ടെ, ഈ സോണറ്റുകളൊക്കെ എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ റൈം സ്കീമിലോട്ട് പോകുമ്പോൾ ഏകദേശം നമുക്ക് ഈ സോണറ്റുകളായിട്ട് കണക്ട് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് റൈം സ്കീം കിടക്കുന്നത്. ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. അത് ഏതാണ്? എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി. ഇങ്ങനെയാണ് ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം കിടക്കുന്നത്. എങ്ങനെയാണ്? എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി. ഇങ്ങനെയാണ് ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം. ഇനി മറ്റൊന്നാണ് അത് പെട്രാർക്കിയൻ സോണറ്റ് അല്ലെ. സോ പെട്രാർക്കിയൻ സോണറ്റിന്റെ റൈം സ്കീം എങ്ങനെയാണ് നമുക്ക് നോക്കാം. എ ബി ബി എ ബി ബി എ സി ഡി ഇ സി ഡി ഇ. ഇത്തരത്തിലാണ് പെട്രാർക്കിയൻ സോണറ്റ് കാണപ്പെടുന്നത്. എങ്ങനെയാണ്? എ ബി ബി എ ബി ബി എ സി ഡി ഇ സി ഡി ഇ. ഇങ്ങനെയാണ് പെട്രാർക്കിയൻ സോണറ്റിന്റെ റൈം സ്കീം വരുന്നത്. മനസ്സിലായല്ലോ? ഇതേ തരത്തിൽ ഇതേപോലെ തന്നെയാണ് എന്ത് സ്പെൻസറിയൻ സോണറ്റിന്റെ റൈം സ്കീമും. അതെങ്ങനെയാണ്? എ ബി എ ബി ബി സി ബി സി സി ഡി സി ഡി ഇ ഇ. ഇങ്ങനെയാണ് എന്ത് സ്പെൻസറിയൻ സോണറ്റിന്റെ റൈം സ്കീം വരുന്നത്. മനസ്സിലായല്ലോ? ഈ ഇപ്പോൾ ഷേക്സ്പിയറിയൻ സോണറ്റ് ആയിക്കോട്ടെ, പെട്രാർക്കിയൻ ആയിക്കോട്ടെ, സ്പെൻസറിയൻ ആയിക്കോട്ടെ, ഈ സോണറ്റുകളൊക്കെ എങ്ങനെയാണ്, ഇവരുടെ ഈ സോണറ്റുകളുടെ റൈം സ്കീം എങ്ങനെയാണ്, ഇത് നിങ്ങൾ മനഃപ്പാഠമാക്കിയിരിക്കണം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ ആണിത്. അതായത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ റൈം സ്കീം എന്ന് പറയുന്നത്. ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം, പെട്രാർക്കിയൻ സോണറ്റിന്റെ റൈം സ്കീം, സ്പെൻസറിയൻ, ഇതൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കുക തന്നെ വേണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനി ഫിഗർ ഓഫ് സ്പീച്ചിലോട്ട് പോവുകയാണ്. അതായത് ലിറ്ററേച്ചറിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ ഇന്നും നമ്മൾ ഉപയോഗിച്ചു വരുന്ന കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ചുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ചില എക്സാമ്പിൾസ്, പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആയിരുന്നു. ഒന്നാമത് സിമിലി. ഏതാ? സിമിലി. സിമിലിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് അല്ലേ. എന്റെ പ്രണയം ചുവന്ന. അവിടെ റെഡ് റെഡ്, അതായത് സിമിലി എന്ന് പറയുന്നത് എന്താണ്? ലൈക്നെസ്. ഇതുപോലെയാണ്, ഇന്നൊരു വിഷയം ഇതുപോലെ. ഇപ്പൊ കണ്ടില്ലേ, എന്റെ പ്രണയം ചുവന്ന റോസാപ്പൂ പോലെയാണ്. ഇതുപോലുള്ള ഇത്തരത്തിലുള്ള ലിറ്റററി ഡിവൈസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? സിമിലി. സിമിലി പറയുന്നത്. രണ്ടാമത്താണ് മെറ്റഫർ. പിന്നീട് നമുക്ക് നോക്കാനാണ് സെൻഡോൺ. അതേപോലെ തന്നെ ഓക്സിമറോൺ. ഏതാണ്? ഓക്സിമറോൺ. പിന്നെയാണ് ഹൈപ്പർബോൾ. ഏതാ? ഹൈപ്പർബോൾ. അത് കഴിഞ്ഞാൽ ഇഡിയം. മാത്രമല്ല പേഴ്സോണിഫിക്കേഷനും അതേപോലെ തന്നെ സിംബോളിസം, അലിട്രേഷൻ അല്ലെ, അസോണൻസ്, ഓണമറ്റോഫോർ, അതുപോലെ തന്നെ അയോണി. ഇതൊക്കെയാണ് നമ്മൾ ലിറ്ററേച്ചറിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില ലിറ്റററി ഡിവൈസസ്. മനസ്സിലായല്ലോ? ഇത് ഓരോന്നും നമുക്ക് ഇതിനോടകം തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഈ ഫിഗർ ഓഫ് സ്പീച്ചുകളൊക്കെ എന്താണെന്നും അല്ലെ, ഈ മെറ്റഫോർ, സിമിലി ഇതൊക്കെ എന്താന്നൊക്കെ നമ്മൾക്ക് ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, സോ ഇനി കാണാത്തവരുണ്ടെങ്കിൽ ആ ലെസൺ പോയി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറെ കൂടി വിശദമായി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതിന് ശേഷം നിങ്ങളുടെ SLM കാണാൻ സാധിക്കുന്നത് കുറെ പാസേജസ് ആണ്. ആ പാസേജസ് നിങ്ങളായിട്ട് സ്വന്തമായി വായിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായി? ഈ 6ാമത്തെ ബ്ലോക്ക് അങ്ങനെയാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സോ എന്തൊക്കെ നമ്മൾ ഇന്ന് നോക്കിയത്? പോയട്രീന്റെ ഡിഫറെന്റ് ഫോംസ് നോക്കി അല്ലെ. മാത്രമല്ല ഏതാ റൈം സ്കീമുകൾ ഏതൊക്കെയാണ് നോക്കി, അതിന്റെ എക്സാമ്പിൾസ് നോക്കി. മാത്രമല്ല ഫിഗർ ഓഫ് സ്പീച്ചസുകൾ അല്ലെ, നമ്മുടെ ലിറ്ററേച്ചറിൽ കാണപ്പെടുന്ന ഫിഗർ ഓഫ് സ്പീച്ചുകൾ, ഇതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇനി ആ ബുക്ക് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ കുറെ കൂടി നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെ ബൈ ആൻഡ് താങ്ക് യു.